അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, ഹയർ സെക്കൻഡറി അറബിക് +2 തല പാഠപുസ്തകം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 36-ാമത്തെ പേജ് ഷുർത്തിയുൽ മുറൂർ. ആദ്യത്തെ 2 പേജുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അതിലെ 3-ാമത്തെ പേജ് 37-ാമത്തെ പേജാണ് ഇന്ന് വായിക്കുന്നത്. എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ നിവർത്തി വെച്ചുകൊണ്ട് ക്ലാസ് കേൾക്കുക. അറിയാത്ത വാക്കുകൾ നോട്ട്ബുക്കിൽ എഴുതുക. നന്നായിട്ട് പാഠം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് കഥയിലേക്ക് കടക്കാം. ഹമ്മൂദ എന്ന ഒരു കുട്ടിയുടെ കഥയാണ് ഇതിൽ പറയുന്നത്. ഹമ്മൂദ എന്ന കുട്ടി തളർവാദം വന്ന് കാലുകൾ ദുർബലമായി ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്. അവൻ്റെ ആഗ്രഹം ഒരു ട്രാഫിക് പോലീസ് ആകണമെന്നുള്ളതാണ്. അവനവൻ്റെ ആഗ്രഹം അറിയിച്ചപ്പോൾ കേട്ടവർക്ക് വളരെ കൗതുകമായി. എന്നാൽ ജനക്കൂട്ടത്തിലെ പരിഹാസ വാക്കുകളും വന്നു. ഒരു കുട്ടിയുമായി ഹമ്മൂദിന് തല്ലുകൂടേണ്ടി വന്നു. അവനെ അങ്ങേയറ്റം പരിഹസിച്ചു. അതുവരെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത്. അതിനുശേഷമുള്ള ഭാഗം നമുക്ക് നോക്കാം. വകുന്തു അർഖുബുഹു ഫി ഖുഫ്യത്തിൻ. ഈ ഹമ്മൂദ് അതിനുശേഷം ആ ഒരു സംഭവത്തിന് ശേഷം വബദാ കഅന്നഹു യുഇദ്ദുൽ ഉദ്ദ ലിമഅറകത്തിൻ ഫാസില. അങ്ങനെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. ആ 36-ാമത്തെ പേജിലെ അവസാനത്തെ പാരഗ്രാഫ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. മുൻദു തിൽക്കൽ ഹാദിസ, ആ ഒരു സംഭവത്തോടു കൂടി ത്വറഅ അലാ ഹമ്മൂദ തഹവ്വുലുൻ മൽഹൂലുൻ, ഹമ്മൂദിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. തബദ്ദലത് ബശാശത്തുഹു ജഹാമത്തൻ, അവൻ്റെ പുഞ്ചിരി മങ്ങി പകരം നെറ്റി ചുളിച്ചുകൊണ്ട് ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി. വങ്കലബത്ത് മുആനസത്തുഹു സുംതൻ, അയാൾ ഇണങ്ങിയും കൗശലം പറഞ്ഞും ജനങ്ങളോട് സംസാരിക്കുന്നത് നിർത്തി നിശബ്ദനാകാൻ തുടങ്ങി. വബദാ കഅന്നഹു യുഇദ്ദുൽ ഉദ്ദ ലിമഅറകത്തിൻ ഫാസില, നിർണായകമായ ഒരു യുദ്ധത്തിന് ഒരുങ്ങുന്നത് പോലെ തോന്നി. അടുത്ത പാരഗ്രാഫ്. വകുന്തു അർഖുബുഹു ഫി ഖുഫ്യത്തിൻ. ഈ കാത്തിബ് എഴുത്തുകാരൻ പറയുകയാണ്, ഞാൻ അവനെ രഹസ്യമായി നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. വകുന്തു, ഞാനായിരുന്നു, അർഖുബുഹു, നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. റഖബ യർഖുബു എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക എന്നാണ് അർത്ഥം. റഖീബ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന മലക്കിന് റഖീബ് എന്നാണ് പറയുന്നത്. വകുന്തു അർഖുബുഹു, ഞാൻ അയാളെ നിരീക്ഷിച്ചു കൊണ്ടേയിരുന്നു. ഫി ഖുഫ്യത്തിൻ, രഹസ്യമായിട്ട്. ഫഅൽഫൈതുഹു, അപ്പോൾ ഞാൻ കണ്ടത്, അൽഫ മാനാഹു വജദ, അൽഫൈതു റഅയ്തു വജത്തു, ഞാൻ കണ്ടത്, യതഖയ്യറുൽ ഔഖാത, അയാൾ സമയം തെരഞ്ഞെടുക്കുന്നു, സമയം കണ്ടെത്തുന്നു. ലികൈ യഖൂമ ബിമുഹാവലാതിഹി, പരിശ്രമിക്കാൻ വേണ്ടി. ലികൈ യഖൂമ, നിർവഹിക്കാൻ വേണ്ടി. മുഹാവലാത്ത്, പരിശ്രമം നിർവഹിക്കുക മീൻസ് നന്നായിട്ട് ട്രെയിനിങ് ചെയ്യുകയാണ്, നന്നായിട്ട് പരിശീലിക്കുകയാണ്. ഫി സബീലി തഖ്വീമി സാഖൈഹി, അയാളുടെ 2 കാലുകളെയും നേരെയാക്കാൻ. ഫി സബീലി, ഇൻ ദ വേ ഓഫ് തഖ്വീം, നേരെയാക്കുക. സാഖൈഹി, അയാളുടെ 2 കാലുകളും. ദൂന ഇഅ്തിമാദിൻ, അവലംബിക്കാതെ. ഇഅ്തിമാദ്, അവലംബിക്കുക. ദൂന ഇഅ്തിമാദിൻ, അവലംബിക്കാതെ. അലാ ഉക്കാസതൈഹി, അയാളുടെ ഊന്നുവടിയെ അവലംബിക്കാതെ സ്വന്തമായി കാലിൽ നടക്കാനുള്ള പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാ അശദ്ദ അസീമത്തഹു, എത്ര കഠിനമായ പരിശ്രമമാണെന്നറിയോ. തളർന്നുപോയ കാലിനെ പുനർജീവിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര കഠിനമായ പരിശ്രമമാണെന്നറിയോ. ഇമ്പോസിബിൾ എന്ന് പറയുന്ന കാര്യം അയാൾ പോസിബിളാക്കാൻ പോവുകയാണ്. താബഅ ഹമ്മൂദ തജാരിബഹു വ മുഹാവലാതിഹി, ഹമ്മൂദ് തുടർന്നുകൊണ്ടേയിരുന്നു. താബഅ, കണ്ടിന്യൂഡ്, തുടർന്നുകൊണ്ടേയിരുന്നു. തജാരിബഹു, ഹിസ് എക്സ്പീരിയൻസ്, അയാളുടെ അനുഭവങ്ങൾ, അയാളുടെ പരിശീലനം.
വ മുഹാവലാത്തിഹി, ഇവിടെ തജാരിബി എന്ന് പറഞ്ഞാൽ പരിശീലനം എന്നാണ് അർത്ഥം. വ മുഹാവലാത്തിഹി, അയാളുടെ പരിശ്രമവും പരിശീലനവും തുടർന്നു കൊണ്ടേയിരുന്നു. വംതലഅ ഖൽബുഹു, അയാളുടെ ഹൃദയം നിറഞ്ഞു അമലൻ, പ്രതീക്ഷകളാൽ. അപ്പം കാലിന് നേരിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. അയാൾക്ക് കാലിന് നഷ്ടപ്പെട്ട ശക്തി തിരിച്ചു കിട്ടാൻ തുടങ്ങി. അങ്ങനെ വംതലഅ ഖൽബുഹു, അയാളുടെ ഹൃദയം നിറഞ്ഞു അമലൻ, പ്രതീക്ഷകളാൽ. ഫി ബുലൂഗിൽ ഗായ, ഗായത്ത് ഗോള്, ബുലൂഗുൽ ഗായ അറ്റൈൻ ദ ഗോൾ, ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന കാര്യത്തിൽ അയാൾക്ക് പ്രതീക്ഷ ഉണ്ടാകാൻ തുടങ്ങി. വമറത്ത് ബഅദൽ അയ്യാമി അയ്യാമുൻ, അങ്ങനെ ദിനങ്ങൾ കടന്നുപോയി. ഒരു തളർന്നുപോയ കാലിനെ തിരിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് അങ്ങേയറ്റം ശ്രമകരമാണ്. ഒരുപക്ഷെ വർഷങ്ങൾ എടുത്താലും പോലും സാധിക്കാത്ത കാര്യമാണ് ഹമ്മൂദ് ഏറ്റെടുത്തിരിക്കുന്നത്. വഫൂജിഅ്തു ബിഹി സാഅത്തൻ, ഒരിക്കൽ ഞാൻ അയാളുമായി യാദൃശികമായി കണ്ടുമുട്ടി. ഫൂജിഅ, യാദൃശികമായിട്ട് സംഭവിച്ചു, അയാളുമായി യാദൃശികമായി സംഭവിച്ചു. സാഅത്തൻ, ഒരു സമയം, മീൻസ് കണ്ടുമുട്ടി എന്നർത്ഥം. യൽഖാനി, അവൻ എന്നെ കണ്ടുമുട്ടി. ലഖിയ, കണ്ടുമുട്ടി. യൽഖാനി, എന്നെ കണ്ടുമുട്ടി. ബിബാബിൽ ഇമാറ, കാത്തിബ് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഹമ്മൂദ ഇരിക്കുന്ന ആ ബിൽഡിങ്ങിന്റെ മുമ്പിലെ വാതിലിന്റെ ആ സ്ഥലത്ത് വെച്ച്, വാതിലിൽ വെച്ച് കണ്ടുമുട്ടി. ദൂന ഉക്കാസത്തേഹി, അവന്റെ കയ്യിൽ ഊന്നുവടിയില്ല. ഹമ്മൂദിന്റെ കയ്യിൽ ഊന്നുവടിയില്ലാതെ ഹമ്മൂദ് നിൽക്കുന്നത് കാത്തിബ്, ഈ എഴുത്തുകാരൻ കണ്ടു. വഅന്നഹു യംലി ഫീഹാ ബിഖദമിൻ സാബിതത്തിൻ, ഉറച്ച കാലുമായി അവൻ നടക്കുകയാണ്. വഅന്നഹു യംലി വഅന്നഹു യംശി, അവൻ നടക്കുന്നു. ഫീഹാ, ഫീ ഹാദിഹിൽ ഇമാറ, ആ ബിൽഡിങ്ങിൽ അയാൾ നടക്കുന്നു. ബിഖദമിൻ സാബിതത്തിൻ, ഉറച്ച കാലുമായി. ബിദൂനി ഉക്കാസ, ഉക്കാസത്ത് ഇല്ലാതെ നടക്കുന്നത് കാണുന്നു. വ ഈമാനിൻ അമീഖിൻ, അഗാധമായ ഈമാൻ, കോൺഫിഡൻസ്, എ ഡീപ് കോൺഫിഡൻസ്, അപാരമായ കോൺഫിഡൻസോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടെ, ഉറച്ച കാലോടുകൂടെ ആ കുട്ടി ബിൽഡിങ്ങിലൂടെ നടക്കുന്നത് ഇയാൾ കണ്ടു. ഫഖുൽതു ലഹു, ഞാൻ ചോദിച്ചു. വഹുവ ആയിദുൻ മിൻ മഅഹദിഹി അല്ലദീ യദ്റുസു ഫീഹി, വഹുവ ആയിദുൻ, അയാൾ മടങ്ങുകയാണ്. ആയിദ് മഅനാഹു റാജിഅ, വഹുവ യർജിഉ മിൻ മഅഹദിഹി, മഅഹദ് മഅനാഹു മബ്ന, സ്ഥാപനം, മദ്രസ, വിദ്യാഭ്യാസ സ്ഥാപനത്തിനാണ് പൊതുവെ മഅഹദി എന്ന് പറയുന്നത്. മിൻ മഅഹദിഹി അല്ലദീ യദ്റുസു ഫീഹി വഹുവ യദ്റുസുൽ ആന ഫീ മഅഹദിൻ ജദീദ്, അയാൾ ഇപ്പം പഠിക്കുകയാണ്. ഹമ്മൂദ സ്കൂളിൽ പോകാൻ തുടങ്ങി. അയാൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്നും മടങ്ങി വരികയാണ്. ഹമ്മൂദ മടങ്ങി വരികയാണ്. വഫീ യദിഹി അസൻ, അയാളുടെ കയ്യിൽ ഒരു വടിയുണ്ട്. യതവക്കഉ അലൈഹ, ആ വടിയിൽ അയാൾ ആശ്രയിക്കുന്നുണ്ട്, ആ വടിയിൽ ഊന്നുന്നുണ്ട്, ആ വടിയെ അല്പമായിട്ട് ആശ്രയിക്കുന്നുണ്ട്. തീരെ നടക്കാൻ കഴിയാതെ രണ്ട് വടിയിൽ ഊന്നിപ്പിടിച്ച് മാത്രം നടന്ന ഹമ്മൂദ ഇപ്പോൾ സ്വന്തമായി നടക്കാൻ തുടങ്ങി. ധൈര്യത്തിനൊരു വടി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അവനിപ്പോൾ പഠനവും തുടങ്ങി, സ്കൂളിൽ പോകാൻ തുടങ്ങി. കൈഫ് ഹാലുക യാ സയ്യിദ് ഹമ്മൂദ, ഇയാൾ ചോദിച്ചു. കൈഫ് ഹാലുക യാ സയ്യിദ് ഹമ്മൂദ, ഹമ്മൂദെ ഹൗ ആർ യു, എന്തൊക്കെയാണ് നിന്റെ വിശേഷങ്ങൾ? വമാ അഖ്ബാറുക മഅ സദീഖിന ശുർത്തിയിൽ മുറൂർ, വമാ അഖ്ബാറുക മഅ സദീഖിന ശുർത്തിയിൽ മുറൂർ, നിന്റെ ശുർത്തിയിൽ മുറൂറിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നിന്റെ സുഹൃത്തായ ട്രാഫിക് പോലീസിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് ഇയാൾ ചോദിച്ചിരിക്കുന്നത്. ഹമ്മൂദിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ശുർത്തിയുൽ മുറൂർ അഥവാ ട്രാഫിക് പോലീസ് ആകുക എന്നുള്ളത്. അവന്റെ ആഗ്രഹത്തെ അവന്റെ സുഹൃത്തായിട്ട് കണ്ടു. എന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ ആഗ്രഹം ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതിന് പകരം നിന്റെ സുഹൃത്ത് ശുർത്തിയുൽ മുറൂറിന്റെ വർത്തമാനങ്ങൾ എന്തൊക്കെ? ഫറഹബത്ത് ഇബ്തിസാമത്തുഹു, റഹബ വിടർന്നു. ഫറഹബത്ത് ഇബ്തിസാമത്തുഹു, ആ ബാലന്റെ ചുണ്ട് വിടർന്നു, പുഞ്ചിരി വിടർന്നു. വ അജാബ ഫീ തൗകീദിൻ, തൗകീദ് ഉറച്ച സ്വരത്തിൽ,
അജാബ, അയാൾ ഉത്തരം നൽകി. അയാൾ നല്ല കോൺഫിഡൻറ്റോടുകൂടെ ഉറച്ച സ്വരത്തിൽ ഉത്തരം നൽകി. ഇദാ നസീതു മറത്തൻ ശുർത്തിയ മുറൂർ ഫലൻ യൻസാനി ഹുവ അബദ. വളരെ അർത്ഥവത്തായ സെന്റൻസ് ആണിത്. നമുക്കൊക്കെ പല ആഗ്രഹങ്ങളുണ്ടാകും. അധ്യാപകരാവണം, ഡോക്ടറാവണം, എഞ്ചിനീയർ ആവണം, IAS ആവണം, CA ആവണം. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ച് നടക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ഹമ്മൂദ് പറഞ്ഞ ആ ഒരു കാര്യം നമ്മളെയൊക്കെ മനസ്സിൽ തട്ടേണ്ടതാണ്. അവൻ പറഞ്ഞത് ഇതാണ്: ഇദാ നസീതു മറത്തൻ ശുർത്തിയ മുറൂർ. ഞാൻ ട്രാഫിക് പോലീസിനെ മറന്നാലും ഫലൻ യൻസാനി ഹുവ അബദ, അവൻ എന്നെ ഒരിക്കലും മറക്കില്ല. അതായത് എൻ്റെ ആഗ്രഹമാണ് ട്രാഫിക് പോലീസ് ആവുക എന്നുള്ളത്. എൻ്റെ ആഗ്രഹത്തെ ഞാൻ എൻ്റെ സുഹൃത്തായി കാണുകയാണ്. ഞാൻ എൻ്റെ ആഗ്രഹത്തെ മറന്നാലും ആഗ്രഹം എന്നെ മറക്കില്ല. വളരെ അർത്ഥവത്തായ പ്രയോഗമാണ്. ദാറ്റ് മീൻസ് എപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് ശുർത്തിയുൽ മുറൂർ ആകണം, നീ എന്താ ശുർത്തിയുൽ മുറാർ ആകാത്തത് എന്നിങ്ങനെ ആ ശുർത്തിയുൽ മുറൂറിൻ്റെ രൂപം എൻ്റെ മനസ്സിൽ വന്ന് എന്നെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. ഇയാളുടെ മനസ്സിൽ എപ്പോഴും ശുർത്തിയുൽ മുറൂറിൻ്റെ ഒരു രൂപമുണ്ട്. ഇയാൾ ഭാവിയിലെ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരു ചിത്രമുണ്ട്. ആ ചിത്രം ഈ ഹമ്മൂദിൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറയും: നിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ വേണ്ടി, ശുർത്തിയുൽ മുറൂറിലേക്കുള്ള നിന്റെ പ്രയാണം ത്വരിതപ്പെടുത്താൻ വേണ്ടി അവനിങ്ങനെ ഇടക്കിടക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. വഹുവ മഈ ദൗമൻ, അവൻ എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകും. വഹുവ മഈ, അവൻ എന്നോടൊപ്പം ഉണ്ടാകും. ദൗമൻ, എപ്പോഴും ഉണ്ടാകും. ഫീ സഫ്ഹാത്തി കുതുബി, ഞാൻ വായിക്കുന്ന പേജുകളിൽ അവനുണ്ടാകും. അഥവാ എങ്ങനെ എൻ്റെ ഈ പോരായ്മയെ മറികടന്ന് എനിക്ക് ഒരു ശുർത്തിയുൽ മുറൂർ ആകണം എന്നുള്ള പോസിറ്റീവ് എനർജി തരുന്ന പുസ്തകങ്ങളാണ് ഞാൻ വായിക്കാറുള്ളത്. ഫീ സഫ്ഹാത്തി കുതുബി, എൻ്റെ ഗ്രന്ഥങ്ങളിൽ ശുർത്തിയുൽ മുറൂർ ഉണ്ടാകും. ത്വയ്ഫുഹു, അവൻ്റെ രൂപം. ത്വയ്ഫ് മാനാഹു, രൂപം. യുശജ്ജിഉനി, ത്വയ്ഫുഹു യുശജ്ജിഉനി, അവൻ്റെ രൂപം എന്നെ യുശജ്ജിഉനി, എന്നെ മുന്നോട്ടേക്ക് നയിച്ചുകൊണ്ടിരിക്കും, എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, എനിക്ക് പ്രതീക്ഷകൾ നൽകിക്കൊണ്ടിരിക്കും, എനിക്ക് ആവേശം നൽകിക്കൊണ്ടിരിക്കും. യുശജ്ജിഉ മാനാഹു മോട്ടിവേഷൻ നൽകുക. ത്വയ്ഫുഹു യുശജ്ജിഉനി, അവൻ്റെ രൂപം എനിക്ക് മോട്ടിവേഷൻ നൽകുന്നു. ബിസ്സൈരി ഇലൽ അമാം, മുന്നിലേക്ക് നടക്കാൻ, എൻ്റെ ഗോളിലേക്ക് നടക്കാൻ, എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദൗമൻ, എപ്പോഴും. വ അനൽ ആൻ, ഞാനിപ്പോൾ അദിനു റുവൈദൻ മിൻഹു, അവനോട് കുറച്ചുകൂടെ അടുത്തിരിക്കുന്നു. റുവൈദൻ മാനഹു ഖലീലൻ, അദിനു, ഞാൻ അടുത്തിരിക്കുന്നു. റുവൈദൻ മിൻഹു ഖലീലൻ മിൻഹു, അവനോട് കുറച്ചുകൂടെ ഞാൻ അടുത്തിരിക്കുന്നു. വലാ ശക്ക, ഒരു സംശയവും വേണ്ട. അന്നഹു സയഅതി യൗമൻ തത്തഹിദു ശഖ്സിയതി ബിശഖ്സിയതി. എത്ര കോൺഫിഡൻ്റ് ആയ പ്രയോഗമാണ് ഹമ്മൂദ് നടത്തുന്നതെന്ന് നോക്കൂ. വലാ ശക്ക, ഒരു സംശയവും വേണ്ട. അന്നഹു സയഅതി യൗമൻ, ഒരു ദിവസം വരും. സയഅതി യൗമൻ, ഒരു ദിവസം വരും. തത്തഹിദു ശഖ്സിയതി, എൻ്റെ ശഖ്സിയത്തും ഞാൻ എന്ന വ്യക്തിയും, ബിശഖ്സിയതിഹി, ശുർത്തിയുൽ മുറൂർ എന്ന വ്യക്തിയും ഒന്നാകുന്ന ഒരു ദിവസം വരും. ഞാനും എൻ്റെ സുഹൃത്തായ ശുർത്തിയുൽ മുറൂറും, അല്ലെങ്കിൽ ഞാനും എൻ്റെ ആഗ്രഹമായ ശുർത്തിയുൽ മുറൂറും ഒരാളാകുന്ന ഒരു ദിവസം വരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. വലാ ശക്ക അന്നഹു സയഅതി യൗമൻ, ഒരു ദിവസം വരും. തത്തഹിദു, യോജിക്കും. ഇത്തഹദ മാനാഹു, ഏകോപിക്കും, ഒരുമിക്കും. ശഖ്സിയതി, മൈ പേഴ്സണാലിറ്റി, ആൻഡ് ബിശഖ്സിയതി, വിത്ത് ഹിസ് പേഴ്സണാലിറ്റി. ഞാനും ശുർത്തിയുൽ മുറൂറും ഒന്നിക്കുന്ന ഒരു ദിവസം വരും. മീൻസ് ഞാൻ ട്രാഫിക് പോലീസ് ആയിരിക്കും. എത്ര ഉറച്ച സ്വരമാണ് ഹമ്മൂദ് നടത്തുന്നതെന്ന് നോക്കൂ. മറത്തിൽ അയ്യാം, ദിനങ്ങൾ കടന്നുപോയി. മറമാനാഹു മല, കടന്നുപോയി. മറത്തിൽ അയ്യാം തിൽവൽ അയ്യാം, ഒന്നിനു പുറകെ ഒന്നായി ദിവസങ്ങൾ കടന്നുപോയി. അതാണ് പ്രയോഗം. അയ്യാമുൻ തിൽവ അയ്യാമിൻ,
ഒന്നിനു പുറകെ ഒന്നായി. തിൽവ എന്നാണ് പ്രയോഗിക്കുക. മറത്തിൽ അയ്യാമു തിൽവ അയ്യാം, ദിനങ്ങൾക്ക് പുറമെ ദിനങ്ങൾ കടന്നുപോയി. വൽ അസാബിഉ, ആഴ്ചകളും തത്ബഅഹ ശുഹൂർ, മാസങ്ങളും ഇങ്ങനെ കടന്നുപോയി. തത്ബഅഹ ഫോളോഡ് ബൈ, അതിനെ തുടർന്ന് ആഴ്ചകളും അതിനെ തുടർന്ന് മാസങ്ങളും കടന്നുപോയി, വർഷങ്ങൾ കടന്നു. വഫീ ഹാദൽ യൗമിൽ മുശ്രിഖ്, ഇന്ന് വഫീ ഹാദൽ യൗം, ഇന്ന് അൽ മുശ്രിഖ്, ഈ തിളങ്ങുന്ന ദിവസം. മുശ്രിഖ് മാനാഹു നല്ല തെളിഞ്ഞ ഈ ഒരു ദിവസം. അനൽ ആൻ, ഇപ്പോൾ ഞാൻ. ഫി മഷ്റബിൻ, ഞാനൊരു കോഫി ഹൗസിലാണുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഒരു മഷ്റബ്, ഒരു കോഫി പാർലറിലാണുള്ളത്. അല റഅസി ത്വരീഖ്, റഅസു ത്വരീഖ് മാനഹു ജംഗ്ഷൻ, ഒരു മെയിൻ റോഡിൻ്റെ തുടക്കത്തിലുള്ള ഒരു കോഫി പാർലറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വലൈതനി അസ്തതിഉ അൻ അദൂക ഇലൽ ജുലൂസി മഇ അൽആന ഫി ഹാദൽ മുൻതദ. എഴുത്തുകാരൻ പറയുകയാണ്, വലൈതനി അസ്തതിഉ, എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ, ലൈതനി, എനിക്ക് ആയിരുന്നെങ്കിൽ, അസ്തതിഉ, എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, അൻ അദ്ഉവക, നിന്നെ ക്ഷണിക്കാൻ, എൻ്റെ ശബ്ദം കേൾക്കുന്ന അല്ലെങ്കിൽ എൻ്റെ കഥ വായിക്കുന്ന നിങ്ങളെ ഇവിടേക്ക് ക്ഷണിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇലൽ ജുലൂസ്, എൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി. ഇലൽ ജുലൂസി മഇ, എൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി എനിക്ക് നിങ്ങളെ വിളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മഇ അൽ ആൻ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ. ഫി ഹാദൽ മുൻതദ, ഈ ക്ലബിൽ. അവനൊരു ക്ലബിൽ ഒരു കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ കണ്ട കാഴ്ച നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, അയാളോടൊപ്പം നിങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ, ഇദൻ ലറഅയ്ത മാ അറാ, ഞാൻ കണ്ടത് നിനക്കും കാണാമായിരുന്നു. ഇദൻ, എങ്കിൽ, ലറഅയ്ത, നിനക്ക് കാണാമായിരുന്നു, മാ അറാ, ഞാൻ കണ്ടത്. എന്താ അയാൾ കണ്ടത്? ഷാബൻ, ഒരു യുവാവിനെയാണ് അയാൾ കാണുന്നത്. ആ ഉയർന്ന കോഫി ഹൗസിന്റെ 2ാം നിലയിൽ നിന്നും അയാൾ ആ ജംഗ്ഷനിലേക്ക് നോക്കുമ്പോൾ ആ ജംഗ്ഷനിൽ അയാൾ കാണുന്നത് ഷാബൻ, ഒരു യുവാവിനെയാണ്. ഫാരി അൽ ഖാമ, ഉയർന്ന ആകാരത്തോടുകൂടി. ഫാരി മൈനാഹു റാഫിയ, ഉയർന്ന. അൽ ഖാമത്ത് മൈനാഹു ആകാരം, ശരീരം. ഉയർന്ന ആകാരത്തോടുകൂടിയുള്ള ഒരാളെ നിനക്കവിടെ കാണാമായിരുന്നു. റാഫി അൽ ഹാമ, തല ഉയർത്തിപ്പിടിക്കുന്ന, അഭിമാനബോധത്താൽ തല ഉയർത്തിപ്പിടിക്കുന്ന, ഉയർന്ന ശരീരമുള്ള ഒരു യുവാവിനെ നിനക്ക് ആ ജംഗ്ഷനിൽ കാണാം. ഫി ഹുല്ലത്തിൻ റസ്മിയത്തിൻ, യൂണിഫോം ഇട്ടിട്ടുണ്ട് അയാൾ. ഹുല്ലത്ത്, വസ്ത്രം, റസ്മിയത്ത്, ഒഫീഷ്യൽ യൂണിഫോമിലാണ് അയാൾ ഉള്ളത്. വഹുവ യുൽഖി ബിഅംരിഹിൻ നാഫിദ് അലൽ മലഇ അമാമഹു. വഹുവ യുൽഖി, അയാൾ പുറപ്പെടുവിക്കുന്നു. അൽഖ യുൽഖി, ഇടുന്നു, പുറപ്പെടുവിക്കുന്നു. ബി അംരിഹി, അയാളുടെ കൽപ്പന അയാൾ പുറപ്പെടുവിക്കുന്നു. അന്നാഫിദ്, ശക്തമായ, തുളച്ചു കയറുന്ന, മീൻസ് പവർഫുൾ ഓർഡർ എന്നർത്ഥം. ആ പവർഫുൾ ഓർഡർ അയാൾ പുറപ്പെടുവിക്കുകയാണ്. ആരോടാ അയാൾ ഓർഡർ ഇടുന്നത്? അലൽ മല മാനാഹു, വലിയ സമൂഹത്തിലെ വലിയ ആളുകൾക്കാണ് മല എന്ന് പറയുന്നത്. നമ്മളെ പൗരപ്രമുഖർ എന്നൊക്കെ പറയുന്നില്ലേ, രാഷ്ട്രീയ നേതാക്കള്, സാമൂഹ്യ പ്രവർത്തകര്, ഇന്ത്യൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പൗരപ്രമുഖർക്ക് മുമ്പിലാണ് അയാൾ അയാളുടെ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. വഹുവ യുൽഖി ബിഅംരിഹിൻ നാഫിദ് അലൽ മലഇ അമാമഹു, ഇയാളുടെ മുന്നിലുള്ള ജനങ്ങളോട്, ആളുകളോട്, പൗരപ്രമുഖരോട്, നേതാക്കളോടൊക്കെ ഇയാളുടെ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. എന്താ കൽപ്പന? ഫൈദ സാക്കിനു യതഹറക്, നിർത്തിയിട്ട വണ്ടി അതാ സ്റ്റാർട്ടാക്കുന്നു. അസാക്കിൻ, നിശ്ചലമായവൻ, യതഹറക്, ചലിക്കുന്നു. നിർത്തിയിട്ട വണ്ടി ചലിക്കുന്നു. ഫിൻതിലാക്കിൻ, അവന്റെ വഴിയിലേക്ക് അത് ചലിക്കുന്നു. വൈദൽ മുതഹരിക്, ഓടി കുതിച്ചു വരുന്ന വണ്ടി, യസ്കുൻ, അവിടെ നിൽക്കുന്നു. സ്റ്റോപ്പ് എന്ന അദ്ദേഹത്തിന്റെ കൽപ്പനയോടുകൂടി ആ വാഹനം അവിടെ നിൽക്കുകയാണ്. ചുവപ്പ് കാണിക്കുന്നതോടുകൂടി ആ വാഹനം അവിടെ നിൽക്കുകയാണ്.
പച്ച കാണുന്നതോടുകൂടി നിർത്തിയ വാഹനം പോവുകയാണ്. പിന്നീട് ഒരു സെക്കൻഡ് പോലും അവിടെ നിൽക്കാൻ പെർമിഷൻ ഇല്ല, പോകുകയാണ്. ചുവപ്പ് കാണിച്ചാൽ അല്പം പോലും മുന്നോട്ട്, 1 മീറ്റർ പോലും മുന്നോട്ട് വരാൻ പാടില്ല. ആ വരയിൽ അയാൾ നിൽക്കുകയാണ്. വൈദൽ മുതഹരിക്ക് യസ്കുനു ഫീ ഹുദൂഇൻ, വളരെ സമാധാനത്തോടുകൂടി, ധൃതി പിടിച്ചിട്ട് കാര്യമില്ല, കൽപ്പനയാണ്. അതുകൊണ്ട് സമാധാനത്തോടുകൂടി നിൽക്കുകയാണ്. ഹുദു മാനഹു വളരെ കാമായി, വളരെ സമാധാനത്തോടുകൂടി, വളരെ ശാന്തമായി നിൽക്കുകയാണ്. അൽ കുല്ലു, എല്ലാവരും, അത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവട്ടെ, സാധാരണക്കാരനായ ആളുകളാവട്ടെ, എല്ലാവരും തൽ തഹത ഇമ്രതിഹി, അവന്റെ കൽപ്പനയ്ക്ക് കീഴിലാണ്. ഇമ്രത്ത് മാനഹു തഹത അംരിഹി തഹത സുൽത്താനിഹി, എല്ലാവരും അവന്റെ അധികാരത്തിന് താഴെയാണ്, എല്ലാവരും അവന്റെ കൽപ്പനക്ക് താഴെയാണ്. ഖാലിഉൻ, കീഴടങ്ങിക്കൊണ്ട്, ഖാശിഉൻ, ഭയന്നുകൊണ്ട്, ലി മശീഅതിഹി, അവന്റെ അധികാരത്തിന് മുന്നിൽ കീഴടങ്ങിക്കൊണ്ടും അവന്റെ അധികാരത്തെ ഭയപ്പെട്ടുകൊണ്ടും. അഥവാ ചുവപ്പ് കാണിച്ചിട്ടെങ്ങാണ്ട് പോയാൽ അത് മരണത്തിലേക്കുള്ള കുതിപ്പാണ്. പച്ച കാണിച്ചിട്ടും നിന്നില്ലെങ്കിൽ പിന്നിൽ നിന്ന് വാഹനം ഇടിക്കും. അതുകൊണ്ട് അവന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ കീഴടങ്ങി അവന്റെ കൽപ്പനയെ ഭയന്നുകൊണ്ട് നിൽക്കുകയാണ് എല്ലാ പൗരന്മാരും. ആരുടെ കൽപ്പന? മശീഅത്തി ഹമ്മൂദ, ഹമ്മൂദിന്റെ കൽപ്പന. ശുർത്തിയൽ മുറൂർ, അതെ, ആ ജംഗ്ഷനിലെ ട്രാഫിക് പോലീസ് നമ്മുടെ ഹമ്മൂദാണ്. ഇതാണ് നമ്മുടെ കാത്തിബ് മഹ്മൂദ് തൈമൂർ മനോഹരമായ ഒരു കഥയിലൂടെ അവതരിപ്പിക്കുന്നത്. മഹ്മൂദ് തൈമൂർ കാപ്പിക്കടയിലിരുന്ന്, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ റിസോർട്ടിൻ്റെ 2ാം നിലയിലിരുന്ന് കാണുന്ന കാഴ്ച ഇതാണ്. അദ്ദേഹം പറയുകയാണ്, ലൈതനി അസ്തതിഉ അൻ അദ്ഉക ഇലൽ ജുലൂസി മഇ അൽ ആൻ, നിങ്ങളെ കൂടെ ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, എന്നോടൊപ്പം ഇരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ കാഴ്ച നിങ്ങൾക്കും കാണാമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആ ബിൽഡിങ്ങിന്റെ മുമ്പിൽ ആരാരുമില്ലാതെ 2 കാലുകളും തളർന്ന് പുഴുവിനെ പോലെ ജീവിച്ച ആ ബാലൻ, ആളുകൾ പരിഹസിച്ചും കളിയാക്കിയും എല്ലാം സഹിച്ച് ജീവിച്ച ആ കുട്ടി, ഈ നാട്ടിൻ്റെയും ഈ റോഡിൻ്റെയും ഈ വാഹനത്തിൻ്റെയും തകർച്ചയാണ് നീ ശുർത്തിയുൽ മുറൂർ ആകുന്നതിലൂടെ എന്ന് കളിയാക്കിയ കുട്ടികൾ, അവർക്കൊക്കെ മറുപടി പറഞ്ഞുകൊണ്ട് തൻ്റെ കഠിന പ്രയത്നത്തിലൂടെ തൻ്റെ കാലിൻ്റെ ശക്തി തിരിച്ചെടുത്തുകൊണ്ട് അയാൾ ശുർത്തിയുൽ മുറൂർ എന്ന തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ഓരോ വാക്കും വളരെ കോൺഫിഡൻസ് നിറഞ്ഞ, ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളാണ് ഹമ്മൂദിൻ്റെത്. ഇതോടുകൂടെ പാഠം അവസാനിക്കുന്നു. താങ്ക് യു എവരിബഡി.